Hello friends, welcome to Shrutis Food Lab. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ലെസ് റെയിൻബോ കേക്ക് ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ടർ ആയാലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം വെച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 കപ്പ് മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു സൈഡിലേക്ക് വേണം നിങ്ങളെപ്പോഴും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനി 6 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാം. ഇനി ഓരോന്നിലും നമ്മൾ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോന്നും നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ട്രേയിൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. 170 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 മിനിറ്റ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് കേക്ക് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കേക്കും നമ്മൾ ആക്കിയെടുക്കുക. കേക്ക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമും 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. പീക്സ് നല്ല സ്റ്റിഫായിട്ട് വരുമ്പോൾ നമുക്കിത് നിർത്തി മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് ക്രീം എടുത്ത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ലെയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്കി കേക്ക്സിൻ്റെ കൂടി നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേൺ ടേബിളിൻ്റെ മേലെ ഞാൻ ഒരു ബോർഡ് വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഇങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് ലെയർ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. വയലറ്റ് കേക്കാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഇതിലെൻ്റെ വയലറ്റ് കളർ കൃത്യമായിട്ട് വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി ബ്ലൂവും റെഡും കൂടി മിക്സ് ചെയ്താണ് എടുത്തത്. എൻ്റെ ബ്ലൂ കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളത് കളർ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ബ്ലൂ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക.
ആദ്യം ഷുഗർ സിറപ്പ് ഒഴിക്കുക, അതിനുശേഷം വിപ്പ് ക്രീം ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഓരോ കേക്കും നമ്മൾ റെയിൻബോയുടെ കളേഴ്സ് അനുസരിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ലെവൽ കറക്റ്റാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അതനുസരിച്ച് വേണം, ചരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇപ്പോൾ ടോപ്പ് ലെയർ വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് അധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പ് പോർഷൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിനി സൈഡ്സിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. അധികം സ്മൂത്ത് ആവണമെന്നില്ല, കാരണം നമ്മളിനിയും ഒരു ലെയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ബാക്കിയിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഞാൻ മാറ്റി കുറച്ച് കളേഴ്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക്, പല നോസിൽസുള്ള ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ക്രീം കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ക്രീമിനൊരു ലൈറ്റ് ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡ്സും ടോപ്പ് പോർഷനും ഒക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ആണ്. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക്, തണുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ഒന്നിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാലൻസ് വരുന്നത് ടോപ്പ് പോർഷനും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച കളർ ക്രീം കൊണ്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ നോസിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളാം. ഇപ്പോൾ ഇതിൻ്റെ ക്രീം ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് കളേർഡ് ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചോക്ലേറ്റ് ഡ്രിപ്പിങ്ങിൻ്റെ മേലെ ഞാൻ ഈ വൈറ്റ് ഷുഗർ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേസിലും ഇതുപോലെ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. കട്ട് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ എഗ്ലെസ് റെയിൻബോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ലെയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെയിൻബോ കേക്ക് റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഗ്ലെസ് റെയിൻബോ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.